ഗൈസ്, ശരിക്കും പറഞ്ഞ നാളെ ഞാൻ ബാംഗ്ലൂർ പോകണ്ടായിരുന്നു. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് തന്ന് എല്ലാം എടുത്തു തന്നതാണ്. അപ്പോഴാണ് അവളുടെ ഡെലിവറി കറക്റ്റ് ടൈമിൽ വന്നത്. അപ്പം നാളെ ഈ ഫുട്ബോളിന്റെ ഇവന്റ് ആയിരുന്നു ബാംഗ്ലൂർ വെച്ചിട്ട്. ആദ്യമായിട്ട് നല്ലൊരു ഗെയിമിംഗ് ബ്രാൻഡ് നമ്മളെ ഫൈനൽസിന് ശേഷം ഗെയിമിംഗ് ബ്രാൻഡായിട്ട് എനിക്ക് കിട്ടിയത് ഈ ഫുട്ബോൾ ആയിരുന്നു. ഈ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് മെസ്സിക്ക് ബ്രസീലിന്റെ ജേഴ്സി ഇട്ടും കൊടുത്ത് ടീം സെറ്റാക്കി വെച്ചിരിക്കുവായിരുന്നു. മെസ്സിയെ ഞാൻ ബ്രസീലിന്റെ ജേഴ്സി ഒക്കെ ഇട്ട് ഇറക്കി വെച്ചിരിക്കുവായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ആണ് ടി വി വേഴ്സസ് കെ ബി ഒപ്പീനിയൻ. നന്നായിട്ട് കളിച്ചടാ. ഞാൻ ശരിക്കും പറഞ്ഞ നമ്മള് പ്രീവാറിൽ തോറ്റ സമയത്ത്, സിറ്റുവേഷനിൽ ഇതായ സമയത്ത് ഞാൻ ഇവന്മാരുടെ അടുത്ത് ഗ്രൂപ്പിൽ ചെന്ന് ഒറ്റ മെസ്സേജ് ഇട്ടുള്ളൂ, റിബലെ റിബലെ എന്ന് മെൻഷൻ ചെയ്തിട്ട്, റിബലെ എനിക്ക് വാർ ജയിക്കണം, അടിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഒരു ഡണ്ണും ഇട്ടിട്ട് എല്ലാരോടും കേറാൻ പറഞ്ഞ്. റസ്റ്റ് നിങ്ങൾ കണ്ടതല്ലേ. PS6 വാങ്ങിക്കേണ്ട എണ്ണാന്ന്. എടാ പിന്നെ എന്തിനാ ഞാൻ ഇത്രയും പണിയെടുത്തേ? ഞാനിപ്പോ എന്തിനാ ഇത്രയും പണിയെടുത്തേന്നാ നിന്റെയൊക്കെ വിചാരം? PS6 മേടിപ്പിച്ചിരിക്കും. ഇതെന്തു കമന്റാ? PS6 നമ്മൾ മേടിപ്പിച്ചിരിക്കും. വിൻഡോസ് ഓപ്പൺ ആക്ക്. വിൻഡോ ഓപ്പൺ ആക്കുന്ന അത് നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ആ നെറ്റൊക്കെ വലിച്ചു പൊട്ടിച്ച് അത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹായ് നൂത്ത് അന്തേന്ന് ഗോകു. അങ്ങനെ പറയലടാ ഗോകു. ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലും എന്റെ മോൻ തന്നെയല്ലേ നീയും. അങ്ങനെ നീ പറയല്ലേ. എന്റെ രണ്ടാമത്തെ മോനല്ലേ ഇപ്പൊ ജനിച്ചത്. അയ്യോ, അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു ഗൈസ്. ഇപ്പൊ ഉണ്ടല്ലോ ചില സെർവറിൽ നിങ്ങളിപ്പോ വൈറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഫ്രീ കിട്ടും. ഇൻ ഗെയിം മണി, എന്താ കാറ്, ഇത്ര 2 കോടി രൂപ, വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള അരി, മണ്ണെണ്ണ, പിന്നെ വീട്ടിൽ വണ്ടി ഉള്ളവർക്ക് പെട്രോളും, പിന്നെ അതുപോലെ തന്നെ യുടെ കാർ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ കറണ്ട് ബില്ലും അടച്ചു കൊടുക്കും. ഇപ്പൊ ഒരുപാട് സെർവറിൽ അങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അങ്ങനെങ്കിലും ഒരു 5 പേര് പോകണം പ്ലീസ്. കാരണം അവർക്ക് സ്റ്റാറ്റസ് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടാ, മെസ്സ് അടിക്കാൻ വേണ്ടിയിട്ടേ, സ്റ്റാറ്റസും സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ ഓഫേഴ്സ് ഇപ്പം കുറെ സെർവറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫർ വേണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ഈ സെർവറുകളൊക്കെ ജോയിൻ ചെയ്താൽ മതി. അതാവുമ്പോ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, എന്താ പറയാ, സെർവറിൽ ആള് വരും. 2, സെർവറിലെ ചേട്ടന്മാർക്ക് മറ്റേ സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടിയിട്ട് കണ്ടന്റ് കിട്ടും. അങ്ങനത്തെ കുറച്ച് സെർവേഴ്സ് ഉണ്ട്. ഫ്രീ വൈറ്റ് ലിസ്റ്റ് ആണ്, എല്ലായിടത്തും ഫ്രീ വൈറ്റ് ലിസ്റ്റ് ആണ്. നീ എന്തുവാടാ പറയുന്നത്? ടി വി വരുന്നതിന് മുമ്പ് ഇവിടെ 10, 250, 300 പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന. ആ ആ ഇപ്പൊ ഒരു ഓഫർ ഉണ്ട്, വൈറ്റ് ലിസ്റ്റ് എടുത്ത അഡ്മിൻ റോളം. സത്യം. അയ്യോ, ഡിമെൻസിറ്റി അപ്ഡേറ്റ്. എടാ ഡിമെൻസിറ്റി വരും. തിരിച്ചൊന്ന് കേറട്ടെ. ഞാൻ ആദ്യം ഒന്ന് തിരിച്ചു വരട്ടെ, വന്നിട്ട് ബാക്കിയെല്ലാം പറയാം. എന്നാ പപ്പടത്തിന് ഒരവസരം കൊടുത്തുകൂടെ? പപ്പടത്തിന് കൊടുക്കുന്ന 10ാമത്തെ 5ാമത്തെ അവസരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവസരം കൊടുക്കുക ഒന്നും ഇല്ലടാ. എന്നാ സുണ്ടിന്റെ അപ്ഡേറ്റ്. എടാ സുണ്ടിന്റെ അപ്ഡേറ്റ് ഞാൻ പറയട്ടെ. നമ്മൾ സാധാരണ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് ഈ പറയണത് പോലെ എന്താ പറയാ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫണ്ടൊക്കെ കൊടുത്തു വിടുമല്ലോ. ആദ്യമായിട്ടൊക്കെ ദുബായ് പോകുമ്പോൾ പേരൻസ് ഒക്കെ ഫണ്ടൊക്കെ തരും അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇവൻ അതുകൊണ്ട് നേരെ ചെന്ന് 1.5 ലക്ഷം രൂപയുടെ PC മേടിച്ച് എന്നിട്ട് 500 ദിറംസ് കൊണ്ടുപോയി കളയുകയും ചെയ്തു കേട്ടാ. കഴിഞ്ഞ ദിവസം ജോക്കി വിളിച്ചിട്ട് പറയാന്നേ, എന്റെ 500 രൂപ കളഞ്ഞുപോയി. അപ്പൊ ഇവൻ 500 രൂപ എന്ന് വിചാരിച്ചില്ല. ഇവന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബോധം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. എന്റെ 500 രൂപ കളഞ്ഞുപോയി. ജോക്കി എന്നാലും പറഞ്ഞടാ, 500 ദിറംസ് എന്ന് പറഞ്ഞ നാട്ടിലെ 12,000 രൂപയോ 11,000 രൂപയാന്ന് തോന്നുന്നു കേട്ടാ. അത് പറഞ്ഞപ്പോഴാണ് അവന് സീരിയസ്നെസ് വന്നത്. അന്നേരം ഇന്നലെ കളഞ്ഞുപോയ സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവന്റെ ലാസ്റ്റ് ഇൻഫോ. അത് കഴിഞ്ഞിട്ട് ആളെ കണ്ടിട്ടില്ല ഞാൻ. 500 ദിറംസ് കണ്ടുപിടിക്കാൻ 50 കിലോമീറ്റർ അപ്പുറത്ത് എന്തോ പോയി ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഡിസ്കോഡിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ പോയ പയ്യന പിന്നെ വന്നിട്ടില്ല. 15 മിനിറ്റ് ആയില്ലേ, ലൈറ്റ് ഒന്നും ഓഫ് ആയില്ല, ചെറുതായിട്ട് മുതുവിടായി. സത്യമല്ലേ, 15 മിനിറ്റ് ആയിട്ടും കണ്ട ഇത് ലൈറ്റ് ഓഫ്. എടാ ഇങ്ങേർക്കുണ്ടല്ലോ ഫേസ് ക്യാം ഇടാന്ന് നിങ്ങളുടെ അടുത്ത് വാക്കും തന്നുപോയി. എന്നാ എന്തേലും ഇടുകയും വേണം. ഇടുന്നതിനകത്ത് ആൾക്കാർ ഇങ്ങനെ വെച്ച് നോക്കിയാൽ പോലും കാണല്ലെന്നുള്ള രീതിയിലത്തെ ഒരു വെട്ടം. അങ്ങനെ ഒരു വെട്ടം എനിക്ക് തോന്നുന്നു. ബാക്കി ഇതാ ഇവിടുത്തെ ലൈറ്റ് നിങ്ങൾക്ക് ഫേസ് ക്യാം വെച്ച് കാണിക്കാറുണ്ട്. ഇവിടുത്തെ ലൈറ്റ് ചുറ്റിയേക്ക് അടിച്ചിളക്കിയേക്കണ്, ഒരെണ്ണം പോലെ വരല്ലെന്നുള്ള രീതിയിൽ.
അണ്ണാ പി സി റിവീലിംഗ് ഞാനും ഉണ്ടായിരുന്നു. പി സി റിവീലിംഗ് എക്സ്പീരിയൻസ് പറയുമോ? അടിപൊളിയായിരുന്നടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ MSI പോലൊരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് അങ്ങനെ വന്ന് പറയാന്ന് പറഞ്ഞാൽ അതെനിക്കൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അതും കേരളത്തിലെ സ്നൈപ്പിന്റെ ആണ് അതും ഇന്ത്യയിലെ തന്നെ നമുക്ക് ആദ്യത്തെ 5090 സുപ്രീം എക്സ് എന്നൊക്കെ പറയുമ്പം അതിനെയും ബ്രാൻഡ് വിറ്റതാണ്. അതായത് MSI ആണ് ആ കാർഡ് വിറ്റത്. അവര് ഒഫീഷ്യലി നമുക്ക് സ്റ്റാറ്റസ് ഇട്ട് കൺഫർമേഷൻ തന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടിടായിരുന്നു അവര്, ഒഫീഷ്യൽ ഇന്ത്യ പേജ്. അപ്പൊ ഇന്ത്യയിൽ വിറ്റ ആദ്യത്തെ പീസ് എന്ന് പറയുമ്പോൾ ആസ് എ ഗെയിമർ എനിക്ക് എന്റെ കരിയറിൽ എല്ലായിടത്തും പറയാൻ ഒരു വലിയ കാര്യം തന്നെയാണ് അത് ശരിക്കും. അതായത് ഒരു അച്ചീവ്മെന്റ് ആണടാ അത് നിങ്ങൾക്ക് ഈ ഗെയിം റിലേറ്റഡ് ഒരു സ്ട്രീമർ ആയാലേ മനസ്സിലാകത്തുള്ളൂ. അതായത് നമ്മൾ കളിക്കുന്ന നമ്മുടെ മുമ്പിൽ കണ്ടോണ്ടിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ അവരുടെ കമ്പനിയൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് അത് ചെയ്തു തരിക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സന്തോഷമാണ്. അത് എനിക്ക് മോർ ദാൻ അത് പൈസ ഒന്നും കിട്ടുമ്പോഴുള്ള സന്തോഷമല്ല, അതൊക്കെ നമുക്കൊരു അച്ചീവ്മെന്റ് ആണ് ശരിക്കും. അതെനിക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്ത് അത് അന്നേരം. അപ്പം ഇനി അത് ആർക്കും എന്തായാലും മാറ്റാനും പറ്റത്തില്ല. 2025 എന്തായാലും ഇനി ഒരാൾക്ക് മാറ്റാൻ പറ്റൂലല്ലോ. അത് നമുക്ക് നമ്മുടെ തന്നെ ഉള്ള ഒരു സാധനമാണ്. ടോട്ടൽ കോസ്റ്റ് ന്യൂ PC. എടാ എന്റെ PC ഇതിനു മുമ്പ് ബിൽഡ് ചെയ്ത സമയത്ത് 5.6 എന്തോ ലാക്ക് എന്തോ ആയിരുന്നു. നോക്കട്ടെ എന്തോ ടുഡേസ് ലൈവിനാവുന്നു. അത് കുഴപ്പമില്ല മിന്നി, അതിട്ടോ. അപ്പം നമ്മുടെ PCന്ന് ക്യാബിനറ്റ് മാറി ക്യാബിനറ്റ് അവർക്ക് തിരിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡും തിരിച്ചു കൊടുത്ത്. എനിക്ക് തോന്നുന്നു ഇപ്പം കോസ്റ്റ് പറയാനാണെങ്കിൽ ഇപ്പം കാർഡിന് മാത്രം 5090 കാർഡിന് മാത്രം ഇപ്പം 3.5 ലക്ഷം രൂപ എന്തോ ഉണ്ട്, കാർഡ് മാത്രം. അപ്പം നമ്മുടെ കാർഡ് കൊടുത്ത്, നമ്മുടെ കാർഡ് ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിൽ എന്താണ് നമ്മുടെ കാർഡ് അങ്ങോട്ട് കൊടുത്തേ. എന്നിട്ട് ബാക്കി പൈസയും കൂടെ മാത്രമേ കൊടുത്തുള്ളൂ ഞാൻ. ബാക്കി 1 ലക്ഷം രൂപ സംതിങ് എന്തോ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൂടെ ആയപ്പോഴത്തേക്കിന് നമ്മളത് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്ത രീതിയിൽ എടുത്തത്, മനസ്സിലായ? അങ്ങനെയാണ് എടുത്തത് കാർഡ്. അല്ലാതെ ഞാൻ പുതിയതായിട്ടുള്ള ഒരു കാർഡ് മേടിക്കുമല്ലായിരുന്നു. അത് എനിക്ക് കുറെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ, നല്ല പ്രൈസ് കുറെ കുറച്ചാണ് അവർ ഏറ്റവും കുറവ്, ഒരു പ്രോഫിറ്റും എടുക്കാതെ ഏറ്റവും കുറവ് രീതിയിൽ എനിക്ക് അത് സെറ്റ് ചെയ്ത് തന്നത്. പീസ് ക്യാബിനറ്റിന് മാത്രം നല്ല പ്രൈസ് ഉണ്ട് ഗൈസ്. ഹൈറ്റ് 70 തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം നല്ല വിലയുണ്ട്. 50,000 രൂപ അടുപ്പിച്ചൊക്കെ ഉണ്ട്. അതെല്ലാം വെച്ച് നോക്കിയാൽ ഗീക്ക് ബോക്സ് എനിക്ക് നല്ലൊരു പ്രൈസില തന്നത് എല്ലാം കൂടെ. ഞാൻ വലിയ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. വേർത്താണോ അണ്ണാ? ജസ്റ്റ് അപ്സ്കെയിലിംഗ് മാത്രമേ ഉള്ളൂ. എടാ അത് നമുക്ക് ബ്രാൻഡിന്റെ സൈഡിൽ നിന്നൂടെ വന്നപ്പോ അതൊരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ, എന്റെ കരിയറിൽ ഒരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തെന്നേ ഉള്ളൂ, ഇഷ്ടം കൊണ്ട്. അല്ലാതെ വെർത്തെന്നൊന്നും ഒരിക്കലും പറയാനില്ല. കാരണം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഗൈസ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ ഞാൻ ഐഫോൺസ് ഒക്കെ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് അടുത്ത ഐഫോൺ ഇറങ്ങുമ്പോൾ മോസ്റ്റ്ലി വാങ്ങിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തൊട്ട് മുമ്പിലത്തെ പ്രീവിയസ് മോഡൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതങ്ങ് എടുക്കും. അതുപോലെ എടുത്തതായിട്ട് കൂട്ടിയാൽ മതി. അതായത് ഞാൻ 5090 ഇറങ്ങിയ സമയത്താണ് എടുത്തത്, 4090 ഇറങ്ങിയ സമയത്താണ് എടുത്തത്. ഇറങ്ങിയ സാധനം എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ച് പൈസയും കൂടെ കൊടുത്തിട്ട് നമ്മള് അത് മേടിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ മതി നിങ്ങൾ. അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നത് അല്ലേ നല്ലത്. മെന്നി വേറൊന്നും. അപ്പൊ ഗൈസ്, അപ്പം ഞാൻ നിർത്തട്ടെ. ഞാൻ ജോക്കി വിളിക്കാം. എനിക്ക് മിക്കവാറും അവളുടെ അടുത്തോട്ട് ഒന്ന് പോകേണ്ടി വരും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ. ചിലപ്പോ എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചിട്ട് ഞാൻ ജോക്കിയുടെ റൂമിൽ വന്നതാ. അപ്പൊ കാണാം, ടാറ്റ. ഉടനെ ലൈവ് വരാം. അപ്പൊ ഇത്രയും പേര് വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഗൈസ്. ഉടനെ കാണാം.